ഹായ് ആൾ, ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ചെറുതുരുത്തി പാലത്തിനടുത്ത് സ്ട്രീറ്റ് ഫുഡ് കൊടുക്കുന്ന വിജിയെ കുറിച്ച് നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയും അവരെ പരിചയപ്പെടുത്തുന്നതിനുമാണ്. വിജിയെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ ലിസിയാണ്, ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഞങ്ങളുടെ ലിസിയാണ്. അപ്പോൾ അവിടെ നേരിട്ട് പോയി വിജിയെ കാണുന്നതിനും അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കുന്നതിനും ഞങ്ങൾ ഒരു ടീമായി അവിടേക്ക് സന്ദർശിച്ചു. ഞങ്ങളുടെ ടീമിൽ ഞാൻ സുധീശൻ, എൻ്റെ വൈഫ് ഷീബ, പ്രമീള, മകൻ ശ്രീഹരി, മനോജ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ വിജി ഈ സ്ട്രീറ്റ് ഫുഡ് കൊടുക്കുവാനുണ്ടായ സാഹചര്യം ഞങ്ങളോട് പറഞ്ഞു. ഈ സാഹചര്യം ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾക്കത് കേൾക്കുമ്പോൾ വളരെ ആശ്ചര്യജനകമായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ നിന്നും ഉയർന്നു വന്നത്. കൂലിപ്പണി കഴിഞ്ഞ് വിജി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു ദിവസം ഒരു റെയിൽവേ ട്രാക്കിൽ പുഴുവരിച്ച് കിടക്കുന്ന ഭക്ഷണം തൻ്റെ വിശപ്പ് മാറുന്നതിന് വേണ്ടി കഴിക്കുന്ന ഒരു മനുഷ്യനെ കാണുവാൻ ഇടയായി. ഈ സാഹചര്യമാണ് വിജിയെ ഇതേപോലെ ഭക്ഷണത്തിന് വേണ്ടി വളരെയധികം വേദനയും അനുഭവിക്കുന്ന, വിശപ്പ് അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് എന്ന് മനസ്സിലായതും അതിന് തന്നാലാകുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് വിജിയുടെ മനസ്സിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. കൂലിപ്പണിയെടുത്ത് കുടുംബം പുലർത്തുന്ന ഒരു സ്ത്രീയാണ്. നീക്കിവെക്കാൻ വലിയ സമ്പാദ്യങ്ങളൊന്നും വിജിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്താണ് വിജി ഇതേക്കുറിച്ച് കാണുകയും ഇതേക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നത്. പിന്നീടുള്ള കാര്യങ്ങൾ കുറച്ച് ഷീബ നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വിജി തനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ചെറിയൊരു ഭാഗം നീക്കി വെച്ചിട്ട് തെരുവിലലയുന്ന ഫുഡിന് വേണ്ടി കുതിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക് ഞായറാഴ്ച ഒരു ദിവസം ഒരു ഫുഡ് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ സ്ഥലം കണ്ടുപിടിച്ചു. റെയിൽവേയുടെ അരികത്ത് ഒരു പുറമ്പോക്ക് ഭൂമിയിൽ 4 തൂണിൽ 2-3 ആസ്പെറ്റോസ് ഷീറ്റ് വെച്ച ഒരു ചെറിയ ഷെഡുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ വൈറ്റ് റൈസും ചിക്കൻ കറിയും ഒരച്ചാറും കൂട്ടി ഈ പാവങ്ങൾക്ക് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് അവിടെ ചെല്ലുമ്പോഴും വിജി ചോറൊക്കെ വെന്ത് വാങ്ങി, ചിക്കൻ കറി അടുപ്പത്താണ്. ഞങ്ങളുടെ ടീമും അവിടെ ചെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം തോന്നി. പക്ഷേ ഒരു ശോചനീയമായ അവസ്ഥയിൽ, പക്ഷേ ഉള്ള സ്ഥലം ഭംഗിയാക്കിയാണ് വിജയ സ്ഥലം ഉപയോഗിക്കുന്നത്. സ്വാമിയുടെ ഫോട്ടോ ഒക്കെ വെച്ചു നോമ്പ് നോറ്റ് വൃത്തിയുള്ള സാഹചര്യത്തിൽ ആണ് ഉള്ളത് ഭംഗിയാക്കി ചോറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചോറ് വെന്ത് വാങ്ങി, ചിക്കൻ റെഡിയായി, ചോറൊക്കെ എടുത്ത് ടേബിളിൽ വെച്ചു, പ്ലേറ്റ് എടുത്ത് വെച്ചു. ആൾക്കാർ വരിയായിട്ട് വരുന്നു, ഒരു കൂട്ടർ പ്ലേറ്റ് കൊടുക്കുന്നു, ഒരു കൂട്ടർ ചോറ് വിളമ്പുന്നു. അപ്പം ഞങ്ങളെല്ലാവരും അതിൻ്റേതായ ഭാഗമായി മാറി. ചെന്നവരെല്ലാവരും, കൊച്ചുമോൻ ശ്രീഹരി പ്ലേറ്റ് കൊടുക്കുന്നു, ഞാൻ സുധീഷൻ ചേട്ടൻ ചോറ് വിളമ്പുന്നു, മനോജ് വെള്ളം കൊടുക്കുന്നു. അങ്ങനെ ഓരോരുത്തരും നമുക്ക് അതൊരു സന്തോഷകരമായ ഒരവസ്ഥയാണ്. അങ്ങനെ എല്ലാവരും വരുന്നവർക്ക് എല്ലാവർക്കും അവരുടെ മുഖത്ത് തന്നെ ഉണ്ട് ഞങ്ങൾക്ക് ആ ഫുഡ് കിട്ടുമ്പോഴുള്ള അവരുടെ ആ സന്തോഷം. എല്ലാവരും നമുക്ക് കണ്ടാൽ തന്നെ അറിയാം പാവപ്പെട്ടവരാണെന്ന്. കാരണം അവരുടെ വേഷവിധാനം ഒക്കെ അതേപോലെ സാമ്പത്തികമായി വളരെ താഴ്ന്നു നിൽക്കുന്ന ആൾക്കാരാണ് ഈ ഫുഡിന് വന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഫുഡ് വാങ്ങിച്ച് അവർ സന്തോഷത്തോടെ മടങ്ങുമ്പോൾ വിജിക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം വല്ലാത്തൊരവസ്ഥയാണെന്ന് നമുക്ക് അനുഭവത്തിലൂടെ ഞങ്ങളും അനുഭവിച്ചറിഞ്ഞു. അങ്ങനെ എല്ലാവരും ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വിജിയായിട്ട് കുറേ നേരം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ വിജി ഞങ്ങളോട് ആവശ്യപ്പെട്ടത്, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് വരുന്ന പാവപ്പെട്ടവർക്ക് ഫുഡ് സേഫായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലം, അതായത് ഈ ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടി മഴ പെയ്താലും വെയിലും ഒക്കെ കൊണ്ട് നിന്നാണ് ഈ വിജി ഫുഡ് പാചകം ചെയ്യുന്നത്. പിന്നെ അത് തന്നെയല്ല, വെള്ളം ആ അടുത്ത് എങ്ങുമില്ല, വളരെ ദൂരത്തുനിന്ന് വേണം ഈ പാത്രം കഴുകാനും ഈ പാചകത്തിനുള്ള വെള്ളമൊക്കെ വളരെ ദൂരത്ത് നിന്ന് 2 ചേട്ടന്മാർക്ക് ചെറിയൊരു തുക കൊടുത്തിട്ട് ഇവിടെ എത്തിക്കുന്നത്. അപ്പോൾ ആ ചേട്ടന്മാരുടെയൊക്കെ സഹായത്തോടു കൂടി ചെയ്യുമ്പോൾ അത് കഴുകി കഴിഞ്ഞ് വേറെ ഒരുപാട് ദൂരെയാണ് ഈ പാത്രം കൊണ്ടുപോയി സേഫായിട്ട് വെക്കുന്നത്. അവിടെ ഈ പാചകം ചെയ്യുന്നത് അടുത്ത് തന്നെ വെച്ച് കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ അത് സുരക്ഷിതമല്ല, അടച്ചുറപ്പില്ല. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ ടീമിനോട് ആവശ്യപ്പെടാണ്, ഞാനൊരു കാര്യമാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, എനിക്ക് ഇവിടെ നിന്ന് മര്യാദയ്ക്ക് ഫുഡ് പാചകം ചെയ്യാനും അതുപോലെ പാചകം ചെയ്യുന്ന ഈ പാത്രം സേഫായിട്ട് വയ്ക്കാനും ഒരു കട, അതെന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതെനിക്ക് പണിത് തന്നാൽ വളരെ ഉപകാരമായിരിക്കുമെന്ന് പറയുകയാണ്.
ഞങ്ങളത് ലിസിയുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ലിസി അത് മദേഴ്സ് ചാരിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താ വേണ്ട എന്ന് ചെയ്യാമെന്ന് നമുക്ക് ഉറപ്പ് നൽകുകയും ഞങ്ങളത് വിജിയായിട്ട് ഷെയർ ചെയ്യുകയും വിജിയും ലിസിയായിട്ടും കോൺടാക്റ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് ചുക്കാൻ പിടിക്കാനായിട്ട് ഞങ്ങളുടെ ടീമിൽ ഞങ്ങളുടെ കാരണവരായ വേണിച്ചേട്ടനെ ദയിപ്പിക്കുകയും വേണിച്ചേട്ടൻ അന്നുകൂടി വിജയായിട്ട് കോൺടാക്റ്റ് ചെയ്യും, വിളിച്ച് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് ചോദിക്കുകയും എല്ലാം ഉണ്ടായി. അപ്പോൾ വിജി വേണിച്ചേട്ടനോട് ആവശ്യപ്പെട്ടത് എനിക്ക് ഇങ്ങനെ ഒരു കടയും, വേണിച്ചേട്ടൻ അത് തന്നെ വേണ്ട ആൾക്കാരെയൊക്കെ വിളിച്ച് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുകയും എല്ലാം വളരെ കൃത്യനിഷ്ഠയോട് തന്നെ വേണിച്ചേട്ടൻ അത് കൈകാര്യം ചെയ്തു. അവസാനം ഈ നിമിഷത്തിൽ ഇപ്പോൾ വിജിക്ക് അവിടെ ഒരു കടയായി. 2 ഞായറാഴ്ചകൾക്ക് മുമ്പ് കട അവിടെ കൊണ്ടുവന്ന് വെച്ചു, അത് ഓപ്പണിംഗ് നടത്തി. അപ്പോൾ ആദ്യത്തെ പങ്കെടുത്ത ഓരോരുത്തരും വളരെ സന്തോഷത്തോടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വിജിയുടെ വാക്കുകളിലൂടെ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. അതായത് ആ കട ഓപ്പണിംഗ് ചെയ്യണ അന്ന് ഒരു കേക്ക് മുറിക്കാനായിട്ട് ഒരു ആളെ കേക്ക് ഏൽപ്പിക്കുകയും ആ കേക്ക് കൊണ്ടുവന്ന ആൾ അവിടുത്തെ ജനക്കൂട്ടം കണ്ട് ഇത്ര വലിയ ഒരു സദ്യുദ്ധമാണല്ലോ വിജി ചെയ്യുന്നതെന്ന് അവിടെ വന്നപ്പോഴാണ് ആ ചേട്ടന് മനസ്സിലായി ഇന്ന കാര്യത്തിലാണ് ആ കേക്ക് ഏൽപ്പിച്ചതെന്നും. ആ ചേട്ടൻ്റെ സന്തോഷം കൊണ്ട് ആ ചേട്ടൻ പറഞ്ഞു, എനിക്കിതിന് പൈസ വേണ്ട മോളെ, നിങ്ങൾ ഇത്ര നല്ല കാര്യം ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ചില്ലെങ്കിൽ എന്തായിരിക്കുമെന്ന് ആ ചേട്ടൻ പറഞ്ഞു. കാശ് വാങ്ങാതെ തിരിച്ചു പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ആ ക്യാഷിനുള്ള 350 രൂപ എൻ്റെ അടുത്തുണ്ട്, അത് ചേട്ടൻ വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല കാര്യമാണ് വിജി ചെയ്യുന്നത്, നല്ലൊരു കാര്യത്തിന് വേണ്ടി ആ പൈസ സേവ് ചെയ്ത് വെച്ചോളൂ. പിന്നെ പ്രത്യേകം വിജി ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, ഇത് അറിയാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഏറ്റവും മുന്നിൽ നിന്ന ലിസിയനെ, പിന്നെ അതിനൊപ്പം നിങ്ങളിവിടെ വന്ന് അന്വേഷിച്ച് അതിൻ്റെ കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്ത നിങ്ങളെല്ലാവരെയും വേണിച്ചേട്ടനെയും എല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. പുള്ളിക്കാരത്തി ഭയങ്കര വിശ്വാസത്തിൻ്റെ ആളാണ്. അവിടെ പൂജ പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ എനിക്ക് ഇനി സേഫായിട്ട് വെക്കാമല്ലോ. ഇനി പാചകം ചെയ്തിട്ട് പാത്രം ഞാൻ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണ്ടല്ലോ. അങ്ങനെ ഒരു സേഫായ സ്ഥലം എനിക്ക് കിട്ടിയല്ലോ. വളരെ സന്തോഷവതിയാണ് വിജി. അപ്പോൾ നമ്മൾ ഇത്ര നല്ലൊരു സദ്യുദ്ധമത്തിന് കൈത്താങ്ങായ മദേഴ്സ് ചാരിറ്റിയോടും അതിൻ്റെ ഒപ്പം നിന്ന ലിസി, പിന്നെ അതിൻ്റെ എല്ലാ നല്ല പ്രവൃത്തികളും ഒപ്പം നിന്ന മറ്റെല്ലാ നല്ല കരങ്ങളുള്ളവർക്കും പ്രത്യേക ഈ അവസരത്തിൽ നന്ദി സ്നേഹം അർപ്പിക്കുകയാണ്. അപ്പോൾ വിജിക്ക് ഇന്ന് നല്ലത് വരട്ടെ. വിജിക്ക് ഇത് എന്നും കൊടുക്കാനായിട്ട് ദൈവം ശക്തിയും ആയുസ്സും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ. നമ്മുടെ സുധീഷിനും ഷീബയും വിജി എന്ന വീട്ടമ്മ ചെയ്യുന്ന സൽപ്രവൃത്തിയെപ്പറ്റി വളരെ ക്ലിയറായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും നിറഞ്ഞ സന്തോഷത്തോടെ നന്ദി പറയുവാണ്. കാരണം നമ്മുടെ കൂട്ടുകാർ മാസങ്ങൾക്ക് മുൻപ് ചെറുതുരുത്തിയിൽ പോവുകയും ഷീബയും സുധീഷനും പ്രമീള, മകൻ, പിന്നെ മനോജ് അവരവിടെ പോയി വിജി ചെയ്യുന്ന ആ സൽപ്രവൃത്തിയിൽ പങ്കാളികളാവുകയും അവിടുത്തെ കാര്യങ്ങളൊക്കെ നേരിട്ട് കാണാനും എന്താണോ വിജി ആവശ്യപ്പെട്ടത് അത് നിവർത്തിച്ചു കൊടുക്കാനായിട്ട് നമ്മളോട് പറയുകയും അങ്ങനെ മദേഴ്സ് ചാരിറ്റിയുടെ സപ്പോർട്ടോടു കൂടി നമ്മുടെ പ്രിയപ്പെട്ട കുന്നുകരയിലെ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് വേണു അതിലിടപെടുകയും വിജിയായി ഒരുപാട് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും എല്ലാം ചെയ്ത് അവസാനം വിജിയുടെ റിക്വസ്റ്റ് പോലെ ഒരു ചെറിയൊരു കട എന്നൊക്കെ പറയാം, നമുക്കത് നിർമ്മിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. അതിന് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും, മദേഴ്സ് ചാരിറ്റിയിലെ എല്ലാ മെമ്പേഴ്സിനോടും, നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാ ചങ്സിനോടും ഒരുപാട് നന്ദി പറയാണ്. കാരണം വിജിക്ക് ഈ ഫുഡ് വേറെ സ്ഥലത്താണ് ഉണ്ടാക്കണേന്ന് പറഞ്ഞു. അത് ഉണ്ടാക്കി ഒന്ന് സുരക്ഷിതമായൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് സെർവ് ചെയ്യാനായിട്ടൊരു സ്ഥലമില്ലായിരുന്നു. മഴ വരുമ്പോൾ വെള്ളം ചോരുകയും അതുപോലെ തന്നെ വെയിൽ വരുമ്പോൾ ഭയങ്കര വെയിലും ഒക്കെയുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് സുരക്ഷിതമായിട്ട് ഫുഡ് സെർവ് ചെയ്യാനും അതുപോലെ തന്നെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പാത്രങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെക്കാനും ഒരു അടച്ചുറപ്പുള്ള ഒരു ചെറിയൊരു മുറി. ഇനി അത് ഫ്യൂച്ചറിൽ ആരെങ്കിലും പറയുവാണ് അത് അവിടെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും നമുക്കത് അങ്ങനെ തന്നെ അത് എടുത്തുകൊണ്ടുപോയി വേറെ സ്ഥലത്ത് വെക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ്സോട് കൂടിയിട്ടാണ് അത് പണിതിരിക്കുന്നത്. വിജിയുടെ സന്തോഷവും വിജി ശിവ പറഞ്ഞ പോലെ ഇതിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു കേക്ക് മുറിക്കുകയും അവിടെ വന്ന എല്ലാ മക്കളോടും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ വളരെ ഇന്നസെന്റ് ആയ ഒരു ടോക്ക് വിജിയുടെ. ആ ഒരു എന്താ പറയണേ, ഭയങ്കര ഒരു ഹോണസ്റ്റി ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ വിജി.
ഒരു കളങ്കമില്ലാത്ത ഒരു സാധാരണ വീട്ടമ്മ. വിജിക്ക് ഇനിയും ദീർഘനാള് ഈ ഒരു സേവനം ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ. നമുക്ക് പറ്റുന്നതുപോലെ സപ്പോർട്ട് ചെയ്യാം. ഇത് കാണുന്ന ആർക്കെങ്കിലും നിങ്ങൾക്ക് വിജിയുടെ അടുത്ത് സൺഡേ പോയി ആ ഫുഡ് സെർവ് ചെയ്യുന്നതിൽ പങ്കുകൊള്ളണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോകാം, കാണാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നിറഞ്ഞ സന്തോഷത്തോടെ നന്ദി പറയുന്നു. പിന്നെ വിജി, ഓൾ ദ ബെസ്റ്റ്. പറയട്ടെ, ഇതിപ്പോ ലണ്ടൻകാരുടെ വകയാണ് ഈ കട. അവരുടെ സമ്മാനം ലണ്ടൻ UK അമ്മ സാറ്റി അവരുടെ വകയാണ് ഈ കട. അവരുടെ വകയായിട്ട് ഇന്ന് ഉദ്ഘാടനമാണ് കട. ഞാൻ കേക്ക് മുറിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അമ്മ സാറ്റി ലണ്ടൻ UK അവരുടെ വകയാട്ടോ ഈ കടയും. ഈ കട അവര് മേടിച്ചു തന്ന സമ്മാനമാണ്. അപ്പൊ അവർക്ക് വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ. കിട്ടേ ഞാൻ പറഞ്ഞത് ശരിയാണോ?